തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കാം. ഫസ്റ്റ് Timothy chapter 1 verse 18 to 20 we will read. ഉണ്ടായ പ്രവചനങ്ങൾ കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പല ഭാഗങ്ങൾ പല കാര്യങ്ങൾ എംഫസൈസ് ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും അവ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമാക്കി തീർക്കുന്ന ഒന്നാണ് ദൈവിക ഉപദേശങ്ങൾ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മൾ ചില ഡയറക്ഷൻസ് കർത്താവ് തിരിച്ച് വിടാറുണ്ട്. അങ്ങനെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ തന്നെ മുന്നറിയിപ്പുകൾ ഒത്തിരി നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനും വായിക്കുവാനും പഠിക്കുവാനും സാധിക്കും. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുക ഒരു മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ 12 പേരെ ഉറ്റുനോക്കുവാനായിട്ട് മോശ വിട്ടു. എന്നാൽ അവർ തിരികെ വന്നു. 10 പേരെ അവിശ്വാസം സംസാരിച്ചു. അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് വളരെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യം ഒരു മുന്നറിയിപ്പാണ്. അവിശ്വാസം സംസാരിക്കല്ലെങ്കിൽ അവിശ്വാസം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കല്ലേ. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ പരാജയങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ച് ഒരു മുന്നറിയിപ്പ് പോലെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും അങ്ങനെ ഒരു മുന്നറിയിപ്പോടെ സങ്കീർത്തന പുസ്തകം തുടങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നുള്ളതായ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ വാസ്തവത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിന് തീമോഥെയോസിനെ കുറിച്ച് ഒരു വലിയ സ്വപ്നം, ഒരു വലിയ ആഗ്രഹം തൻ്റെ ഹൃദയത്തിലുണ്ട്. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു താല്പര്യമുണ്ട്, അവരെങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന്. അതുപോലെ തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വാസ്തവത്തിൽ ഈ തീമോഥെയോസിനെ കുറിച്ച് ഒരു വലിയ ആഗ്രഹം, ഒരു നല്ല പിതാവ് പോലെ തൻ്റെ ആത്മീക പുത്രനാണ് തീമോഥെയോസ്. ആ ആത്മീയ പുത്രനായ ആ പുത്രനെ കുറിച്ച് ഒരു വലിയ ആഗ്രഹം, വലിയൊരു കാഴ്ചപ്പാട്, വലിയൊരു സ്വപ്നം തന്നെ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി എന്തുവാണ് പൗലോസ് ചില മുന്നറിയിപ്പ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മകനെ എന്നും വിളിച്ചാണ് 18-ാം വാക്യം തുടങ്ങുന്നത് തന്നെ. മകനെ തീമോഥെയോസ്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു വലിയ മുന്നറിയിപ്പ് പറയാണ്. ആ മുന്നറിയിപ്പാണ് നമ്മൾ ഇന്ന് പോൽക്കാലം അല്പം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്നിട്ടൊരു മുന്നറിയിപ്പ് പറയാണ്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പല് തകർന്ന് പോയി. എന്നിട്ട് 2 പേരുടെ പേര് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് പറയാണ് അവിടെ അതിന് മുകളിലുള്ളതായ അതിന്റെ 18 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് ഹല്ലേലൂയ അവര് ദൈവത്തിങ്കൽ അവരുടെ വിശ്വാസ കപ്പല് തകർന്നു പോയി എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു അറിയിപ്പ് പോലെ ദൈവത്തിന്റെ ദാസനായ പൗലോസ് തീമോഥെയോസിനെ 2 പേരുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. ഹുമനിയോസ്. ഈ ഹുമനിയോസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ അലക്സാണ്ടർ കുറിച്ച് 2 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഹുമനിയോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 തീമോഥെയോസിന്റെ ലേഖനം അതിന്റെ 18-ാം വാക്യം വായിക്കാം. ഹുമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറച്ചു കളയുന്നു. അപ്പോൾ ഇവിടെ ഹുമനിയോസിനെ കുറിച്ചും ഫിലത്തോസിനെ കുറിച്ചും പറയാണ് അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പോൾ ഹുമനിയോസ്
തിമോത്തിയോസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്തുവാണ്? അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ ദുരുപദേശം പഠിപ്പിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഹുമനയോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദുരുപദേശം ആര് പഠിപ്പിച്ചു കഴിഞ്ഞാലും ദൈവമക്കളെ അത് ഗൗരവമായി ഈ കാലങ്ങളിൽ എടുക്കേണ്ടതായ ഒരു വിഷയമാണ്. അപ്പോൾ ദുരുപദേശം പഠിപ്പിച്ചതായ ഈ ഹുമനയോസിന്റെ വിശ്വാസ കപ്പല് തകർന്നു പോയി എന്ന് തീമോത്തിയോസിനോട് പറയാണ്. കാര്യം, നീ ദുരുപദേശം പഠിപ്പിക്കുകയോ ദുരുപദേശം കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വിശ്വാസ കപ്പല് തകരുവാന് സാധ്യതയുണ്ട്. എന്റെ പ്രിയ മകനെ നീ സൂക്ഷിക്കണമെന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് അവിടെ തീമോത്തിയോസിന് കൊടുക്കുകയാണ്. നമ്മൾ അലക്സാണ്ടറെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിന്റെ 2 തീമോത്തിയോസിലേക്ക് 4-ാം അധ്യായം അതിന്റെ 4-ൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ചെമ്പ് പണിക്കാരന് ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 33-ലും നമുക്ക് അലക്സാണ്ടറെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് വായിക്കാം. 2 തീമോത്തിയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർബന്ധനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അപ്പോൾ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ പൗലോസ് പറയാണ്, എനിക്ക് വളരെ ദോഷം ചെയ്തു. അപ്പോൾ ഈ 2 വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ ഒരു നുഖത്തെ വെച്ച് കെട്ടാമെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നുഖത്തിന്റെ അടിയിൽ ഈ 2 പേരെയും വെച്ച് കിട്ടുവാൻ സാധിക്കും. കാര്യം ഇവര് 2 പേരും ഇവിടെ വിശ്വാസ കപ്പലെ തകർന്ന് ഹല്ലേലൂയ ദുരുപദേശം പഠിപ്പിച്ച് ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോയതായ 2 വ്യക്തികളെ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് അപ്പോസ്തലനായ പൗലോസ്. നമ്മളെ ചിലരെ നല്ല മനസാക്ഷിയും വിശ്വാസവും കളഞ്ഞതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുവാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചതായ ഹല്ലേലൂയ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ, ഇത് വായിച്ചാട്ടെ. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോട് കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ തന്റേടത്തോടുകൂടെ ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ തന്റേടത്തോടെ ഉറപ്പോടെ പൗലോസ് പറയാണ്, എനിക്കൊരു നല്ല മനസാക്ഷിയുണ്ട്. ആ നല്ല മനസാക്ഷിയോടെ ഞാൻ നടന്നിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയാണ്. അതിനുശേഷം വീണ്ടും 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കാം. അവിടെയും പൗലോസ് മനസാക്ഷിയെ കുറിച്ച് പറയുന്നത് കാണുവാൻ 16-ാം വാക്യം 24-16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ പറയാണ്, എനിക്ക് ദൈവത്തോടും ആരോടാണ്? പിന്നെ മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു നല്ല മനസാക്ഷിക്ക് നമ്മൾ ഉടമയാകണമെങ്കിൽ ഹല്ലേലൂയ ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രമിക്കണം, പരിശ്രമിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വാസമില്ലാത്തതായ മനസാക്ഷിയും അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്തതായ വിശ്വാസം കേവലം കപട ഭക്തി മാത്രമെന്ന് ഒരു ദൈവാസൻ പറഞ്ഞത് എനിക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മനസാക്ഷി എത്രമാത്രം നിർമ്മലമായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി കഠിനപ്പെട്ടൊരു മനസാക്ഷിയാണോ, അല്ലെങ്കിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേലൂയ അല്പമെങ്കിലും മായമുള്ളതായ ഒരു മനസാക്ഷിയാണോ, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മനസാക്ഷിക്ക് എന്തെങ്കിലും കളങ്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ വിശ്വാസവും മനസാക്ഷിയും ഒന്നിച്ചു പോകുന്നത്
വെളിപ്പെടുത്തുന്നതായ ഒരു 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 കാര്യമാണ് എന്ന് ഇവിടെ പൗലോസ് പറയുന്നു. ആദം ക്ലർക്ക് എന്ന് പറയുന്നതായ ഒരു ദൈവത്തിന്റെ ദാസൻ 1762 അയർലൻഡിൽ ജനിച്ചതായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആഡം ക്ലർക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ കമന്ററി തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥമെന്നാണ് പറയുന്നത്. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകം എന്തുവാണ് അത് വ്യാഖ്യാനിച്ചൊരു വലിയ കമന്ററി ആയിട്ട് അദ്ദേഹം എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം ദൈവസഭയ്ക്ക് എന്തുവാണ് കാഴ്ചവെച്ചതായ ഒരു വലിയ സമ്പത്ത് തന്നെയാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ കമന്ററി റെഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കമന്ററി ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം ആദ്യകാലങ്ങളിൽ ജോലി ചെയ്തിരുന്നത് ഒരു സിൽക്ക് കടയിലാണ്. സിൽക്ക് വിൽക്കുന്നതായ ഒരു കടയിലായിരുന്നു ഈ മനുഷ്യന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇദ്ദേഹം കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആഴമായി കർത്താവിനെ സ്നേഹിക്കുന്നതായ ഈ ചെറുപ്പക്കാരന് ഈ കടയിൽ ജോലി കിട്ടി വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസമേ കടയിലുള്ളതായ അതിൻ്റെ ഓണർ ബോസ് കടന്നു വന്ന് പറഞ്ഞു, ക്ലർക്ക് നീയെ ഈ സിൽക്ക് അളന്ന് മുറിച്ച് കൊടുക്കുമ്പോൾ എന്തുവാണ് അത് നല്ലവണ്ണം വലിക്കണം. വലിക്കുമ്പോൾ അതിൻ്റെ അളവൊരല്പം എന്തുവാണ് ഹല്ലേലൂയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ലാഭം എന്തുവാണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകും. അതുമാത്രമല്ല ഞാൻ നിനക്ക് അതിനുവേണ്ടി ഒരു കമ്മീഷനും തരാമെന്ന് ഈ ആഡം ക്ലർക്കിനോട് ഇതിൻ്റെ ഓണർ കടന്നു വന്ന് പറയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പം പറഞ്ഞു, നിങ്ങളുടെ സിൽക്ക് ഒരു പക്ഷേ വലിയുമായിരിക്കും. ഞാൻ അത് മലയാളീകരിച്ച് പറയാണ്. നിങ്ങളുടെ സിൽക്ക് ഒരു പക്ഷേ വലിയുമായിരിക്കും, പക്ഷേ എൻ്റെ മനസ്സാക്ഷി വലിയുകയില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിടയായിരുന്നു. എന്നാൽ അങ്ങനെ തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു ജോലി ചെയ്യുവാനായിട്ട് അവിടെ കർത്താവ് നീ എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ അധികം താമസിക്കാതെ തന്നെ അവിടുന്ന് മാറ്റി ദൈവം. എന്നാൽ അതിനുശേഷം താൻ സെമിനാരിയിൽ പോയി ദൈവവചനം പഠിച്ചു. ഒരു മെത്തഡിസ്റ്റ് പ്രീച്ചറായി തീരുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം കർത്താവ് എന്തുവാണ് തൻ്റെ ഹൃദയത്തിൽ എന്തുവാണ് ഒരു കമന്ററി എഴുതുവാനായിട്ട് ദൈവം വലിയ പ്രേരണ കൊടുത്തു. തൻ്റെ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ സമയം എന്തുവാണ് താൻ ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ഹല്ലേലൂയ അങ്ങനെ ഇത് വലിയ ഈ പുസ്തകത്തിൽ നിന്റെ ഓരോ പുസ്തകത്തെക്കുറിച്ച് പഠിച്ച് ഒരു കമന്ററി തന്നെ തനിക്ക് എഴുതുവാനായിട്ട് ഇടയായി. അപ്പോൾ ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ചുമതലയാണ്. ഇവിടെ പൗലോസ് ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുവാനായിട്ട് കഴിവതും എന്തുവാണ് താൻ പരിശ്രമിച്ചു. ഈ പ്രസംഗം കേട്ട വലിയ ഹല്ലേലൂയയും സ്തോത്രവും ഒന്നും വരത്തില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഹല്ലേലൂയ കാര്യം ഇങ്ങനെയുള്ളതായ ടീച്ചിങ്ങും ഒരിക്കലും എന്തുവാണ് ഒരു ഹല്ലേലൂയ ഒന്നും പറയുവാനായിട്ട് വലിയ പ്രേരണയൊന്നും വരത്തില്ല. എന്നാൽ എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് തന്നത് സംസാരിക്കാൻ ഇരിക്കാനായിട്ട് ഒക്കത്തില്ല. ഇവിടെ പറയാണ് നല്ല മനസ്സാക്ഷി ഹല്ലേലൂയ. നമ്മളെ ഈ സത്യ വിശ്വാസത്തിൻ്റെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഇടയ ലേഖനമാണ് തീമോഥെയോസിൻ്റെ പുസ്തകം 1 തീമോഥെയോസും 2 തീമോഥെയോസും. എന്നാൽ അവിടെ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ നല്ല മനസ്സാക്ഷിയും വിശ്വാസവും ഒന്നിച്ച് പോകണം. ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾ പാർക്കുന്നത് പോലെ എന്തുവാണ് ഹല്ലേലൂയ ഈ നല്ല മനസ്സാക്ഷി എന്തുവാണ് വിശ്വാസവും ഒന്നിച്ച് പോകണം. ഈ വിശ്വാസത്തെ കുറിച്ച് പല ഭാഗങ്ങളിൽ എന്തുവാണ് ദൈവത്തിന്റെ ദാസനായ പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം എടുത്ത് വായിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ചില വാക്യങ്ങൾ പറയാം. 1 തീമോഥെയോസിലെ 1:4 വാക്യത്തിൽ പറയുന്നു, 6 വാക്യത്തിൽ പറയുന്നുണ്ട് വിശ്വാസം വിട്ടുമാറി. അപ്പോൾ വിശ്വാസം വിട്ടുമാറിയതായ ഒരു കൂട്ടരെ കുറിച്ച് പൗലോസ് അവിടെ സംസാരിക്കുന്ന പറയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 4-ാം അധ്യായം 1 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ലേക്ക് വരുമ്പോൾ വിശ്വാസം ത്യജിച്ച ഒരു കൂട്ടരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ജമ്പ് ഇൻടു 6-ാം അധ്യായത്തിലേക്ക് 1 തീമോഥെയോസ് ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 വായിക്കുമ്പോൾ വിശ്വാസം വിട്ട് ഉഴന്നതായ അല്ലെങ്കിൽ ഉഴന്നു പോയതായ ചിലരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 18 നമ്മൾ വായിച്ചു വിശ്വാസ കപ്പല് തകർന്നു എന്ന് നമ്മൾ വായിച്ചു. ഹുമനിയോസിനെ കുറിച്ചും അലക്സാണ്ടറെ കുറിച്ചും ചിന്തിക്കുമ്പോൾ അതിന് ശേഷം 5-ാം അധ്യായം 1 തീമോഥെയോസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസം തള്ളിക്കളഞ്ഞു എന്ന് ഒരു കൂട്ടരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 6-ാം അധ്യായം അതിന്റെ 21-ലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസം വിട്ട് തെറ്റി എന്ന് ഒരു കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 2 തീമോഥെയോസ് ലേഖനം 2:18-ലേക്ക് വരുമ്പോൾ വിശ്വാസം മറിച്ചു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പോൽക്കാലം നമ്മുടെ ആ വിഷയം എന്തുവാണ് വിശ്വാസവും മനസ്സാക്ഷിയുമല്ല, എന്നാൽ വിശ്വാസ കപ്പൽ എന്തുവാണ് തകർന്നു. അതിന്റെ 18-19-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം.
1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവരുടെ വിശ്വാസ കപ്പല് തകർന്ന് പോയി. അപ്പോഴേ ഈ വിശ്വാസ കപ്പൽ എന്ന് പറയുമ്പോൾ പൗലോസിനെ കുറിച്ചും പ്രവചിക്കുമ്പോൾ പൗലോസ് ലൗകികമായിട്ട് പൗലോസിന്റെ മിഷനറി യാത്രയിലൊക്കെ എന്താണ് കപ്പൽ ഛേദം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊരു ആത്മീക കപ്പൽ ഛേദത്തെ കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അവരുടെ വിശ്വാസ കപ്പൽ എന്താണ് തകർന്നു. അപ്പോഴേ ആത്മീയമായ ഒരു എന്താണ് കപ്പൽ ഛേദം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അങ്ങനെയുള്ളതായ ഒരു കപ്പൽ ഛേദം തിമോഥെയോസ് എൻ്റെ മകന് നിനക്ക് ഉണ്ടാകല്ലേ എന്ന് പൗലോസ് ഇവിടെ പറയാണ്. പൗലോസ് 4 പ്രാവശ്യം എന്താണ് തൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ കപ്പൽ ഛേദം ഉണ്ടായി. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാൽ അത് മനസ്സിലാകുള്ളൂ. 11:25. യഹൂദരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 3 വട്ടം എന്തുവാണ് കർത്താവിന്റെ ദാസനായ പൗലോസ് എന്തുവാണ് കപ്പൽ ഛേദത്തിൽ എന്തുവാണ് അകപ്പെട്ടു. പിന്നീട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും എന്തുവാണ് കപ്പൽ ഛേദത്തിൽ എന്തുവാണ് ഹല്ലേലൂയ അകപ്പെട്ടതായ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ലൗകികമായ കപ്പൽ ഛേദം, തന്റെ യാത്രയിൽ സംഭവിച്ചതായ കപ്പൽ ഛേദം എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇവിടെ പറയുന്നത് എന്തുവാണ് ഹല്ലേലൂയ ആത്മീയമായ ഒരു കപ്പൽ ഛേദം എന്തുവാണ് ഈ ഹുമനിയോസിനും അലക്സാണ്ടറിനും ഉണ്ടാക്കി. ഈ ലോകത്തിൽ എന്തുവാണ് അവരുടെ സാക്ഷ്യം എന്തുവാണ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ വിവരിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവൻ തന്നെ ഒരു കപ്പൽ യാത്രയാണ്. ഒരു തുറമുഖത്ത് നിന്ന് മറ്റൊരു തുറമുഖത്തേക്കുള്ളതായ യാത്രയാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇവിടുന്ന് അല്ലെങ്കിൽ ഈ തുറമുഖത്ത് നമ്മൾ യാത്ര ഹല്ലേലൂയ ആരംഭിച്ചു. എന്നാൽ ഈ യാത്ര നമ്മൾ തുടരുകയാണ്. എന്നാൽ ആ സ്വർഗീയ തുറമുഖത്ത് നമ്മൾ എത്തിച്ചേരുന്നതായ ഒരു സുദിനമുണ്ട്. അത് വിശ്വസിക്കുക എത്ര വേണ്ട കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഈ തുറമുഖത്ത് നമ്മൾ യാത്ര തിരിച്ചു. എന്നാൽ ഈ ആത്മീയ യാത്രയിൽ എന്തുവാണ് ഹല്ലേലൂയ ആത്മീയമായി ഒരു കപ്പൽ ഛേദം ഉണ്ടാകാതെ നമ്മുടെ സ്വർഗീയ തുറമുഖത്ത് നമ്മൾ എത്തിച്ചേരണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവരുടെ എന്തുവാണ് വിശ്വാസ കപ്പല് തകർന്നു എന്നുള്ളത് പ്രിയമുള്ളവർ ഇവിടെ ഒരു വലിയ കപ്പലാണ് കപ്പൽ ഛേദം. അപ്പോൾ ഒരു വലിയ കപ്പൽ പോലെയാണ് ദൈവമക്കളെ കർത്താവ് കാണുന്നത് പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം ആണെന്ന് തോന്നുന്നത് അതിന്റെ 5:14 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്തുവാണ് ദൈവമക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുവാണ് നിങ്ങൾ എന്തുവാണ് ഹല്ലേലൂയ ഒരു പട്ടണം പോലെ ഒരു കുന്നിന്റെ മുകളിൽ ഉയർന്നിരിക്കുന്നതായ പട്ടണം പോലെയാണെന്നാണ് ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ മത്തായിയുടെ സുവിശേഷം 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പോൾ ഇവിടെ തന്റെ കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിലെ കർത്താവ് സീരിയസ് ആയിട്ട് തന്നെ അനുഗമിച്ചതായ ഒരു കൂട്ടം ആളുകളോട് പറയാണ്. ഒത്തിരി പേര് യേശുവിനെ അനുഗമിച്ച ആളുകളെ നമുക്ക് കാണാം. വലിയ പുരുഷാരം വലിയൊരു ജനക്കൂട്ടം എന്തുവാണ് യേശുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ പർവ്വത പ്രസംഗമാണ് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയാം. എന്നാൽ അവിടെ യേശു എന്താണ് കുന്നിന്മേൽ ഇരുന്നു കൊണ്ട് എന്തുവാണ് തന്നെ സീരിയസ് ആയിട്ട് അനുഗമിക്കുവാനായിട്ട് തയ്യാറെടുത്ത് മുന്നോട്ട് വന്നതായ ഒരു കൂട്ടം ആളുകളോട് കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്തുവാണ് മലമേൽ പണിത പട്ടണം പോലെയാണ്. അപ്പോഴേ ഹല്ലേലൂയ കർത്താവ് അവരെ കാണുന്നത് എന്തുവാണ് വലിയ വലിപ്പത്തിലാണ് കാണുന്നത്. നിങ്ങളെ ഒരു ഗ്രാമത്തിലെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരായിട്ടല്ല കർത്താവ് അവരെ കാണുന്നത്. പറയാണ് എങ്ങനെ ഒരു മലമേലെ ഒരു പട്ടണം ഇരുന്ന് ഒരു വീട് ഇരുന്ന് ശോഭിക്കുമോ അതുപോലെ നിങ്ങൾ മലമേൽ പണിതായ ഒരു വലിയ പട്ടണം പോലെ നിങ്ങളെ ആയിരിക്കുന്നു എന്ന് ആയിരിക്കണം. അതാണ് കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എന്തുവാണ് ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ ഒരു കൊതുമ്പ് വള്ളം പോലെയല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒത്തിരി വള്ളങ്ങളുണ്ട്. കെട്ടുവള്ളമുണ്ട്. ആ വള്ളത്തിലാണ് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ കടത്ത് വള്ളമുണ്ട്. ഒരു കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകണമെങ്കിൽ ഒരു 4, 5, 6 പേര് കയറുന്നായ കടത്ത് വള്ളമുണ്ട്. അതുപോലെ തന്നെ ഈ ഓണ സീസണിലൊക്കെ കളിവള്ളങ്ങൾ ഇറക്കും. ചുണ്ടൻ വള്ളമേ അതുപോലെ പല വള്ളങ്ങൾ കളിവള്ളങ്ങളുണ്ട്. അങ്ങനെ പല വള്ളങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ ഇവിടെ കർത്താവ് കാണുന്നത് പോലെ നമ്മൾ ഇന്ന് കാണണം. കർത്താവ് നമ്മളെ കാണുന്നത് ഒരു വലിയ കപ്പലായിട്ടാണ്.
ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ.